അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രാവിലെ ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ. അതായത് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള പൂർവ്വ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച്, അതിനോട് ഉണ്ടായിരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് ഒന്ന് രണ്ടായത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ ഒരുമിച്ച് കൂടിക്കൊണ്ട് മുറുകെ പിടിക്കണം എന്നാ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ. അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് മുറുകെ പിടിക്കണം, ഐക്യത്തിൽ നിൽക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. എങ്ങനെയാണ് ഭിന്നിക്കണതിൻ്റെ താല്പര്യം എന്താണ്? അതിനെ തഫ്സീർ കൊടുത്ത എന്താ? വതമസ്സകൂ ജമീഅൻ, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് മുറുകെ പിടിക്കണം. ബി കിതാബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള വേദഗ്രന്ഥത്തെ, ഖുർആനെ. വഹദീ നബിയിക്കും, നിങ്ങളുടെ നബിയുടെ മാർഗദർശനത്തെയും ഹദീനെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫ്അലൂ മാ യുഅദ്ദി ഇലാ ഫിർഖതിക്കും, നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയുന്നതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സംഗതിയും തന്നെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ എന്ന് സത്യവിശ്വാസികളെ ഖുർആൻ ഉത്ബോധിപ്പിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലുള്ളാഹിൻ്റെ സുന്നത്തും അനുസരിച്ച് അതിന് വഴിപ്പെട്ടുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കുവാൻ. അതിൽ നിന്ന് അകലുമ്പോഴാണ് നിങ്ങൾക്ക് ഫുർഖത്തുണ്ടാകുന്നത്. അത്തരം ഫുർഖത്തുണ്ടാകുന്ന, വിഭാഗീയത ഉണ്ടാകുന്ന, ഭിന്നിപ്പുണ്ടാകുന്ന, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുകയാണ് വിശ്വാസികളെ. ഇനി അങ്ങനെ പൂർവ്വ സമൂഹങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള വിഭാഗീയതകളിലേക്കും എതിരഭിപ്രായങ്ങളിലേക്കും ഭിന്നവീക്ഷണത്തിലേക്കും പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അനന്തരഫലം എന്ത് എന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. വലാ തകൂനൂ കല്ലദീന തഫറഖൂ, ഭിന്നിച്ചവരെ പോലെ നിങ്ങൾ ആകരുത്. വിശ്വാസികളുടെ കൽപ്പനയാണ്. വലാ തകൂനൂ, നിങ്ങളാകരുത്, കല്ലദീന, ഒരു കൂട്ടരെ പോലെയാകരുത്, തഫറഖൂ, അവർ ഭിന്നിച്ചുപോയി, വഖ്തലഫൂ, അവർ എതിരഭിപ്രായത്തിലാവുകയും ചെയ്തു, ഭിന്ന വീക്ഷണങ്ങളിലായി, ഒരു കൂട്ടരുടെ വീക്ഷണത്തിന് വിരുദ്ധമായ മറ്റൊരു വീക്ഷണം ഉണ്ടാവുക. അങ്ങനെ ഇഖ്തിലാഫും അതുപോലെ തന്നെ തഫറുഖും സംഭവിച്ചു പോയവരായ സമുദായങ്ങളെപ്പോലെ നിങ്ങൾ ആകരുത് വിശ്വാസികളെ. എപ്പോ? മിൻ ബഅദി മാ ജാഅഹും, അവർക്ക് വന്നതിന് ശേഷം, അൽ ബയ്യിനാത്തു, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷവും അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ഭിന്നിക്കുകയും ചെയ്തവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെ ആയാൽ എന്താ അതിൻ്റെ അനന്തരഫലം? ഉലൈക ലഹും, അവർക്ക് ഉണ്ട് അദാബുൻ അദീം, ഭയങ്കരമായ ശിക്ഷയുണ്ട്. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് വന്നു കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുക. അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു വീക്ഷണമോ വിശ്വാസമോ ഒരാളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തൊബരി പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളാണ് വായിക്കുന്നത്. വഖാല അബൂ ജഅഫർ ഇബ്നു ജരീർ തൊബരി റഹിമഹുല്ലാഹ് പറയാ, യഅനി ബിദാലിക ജല്ല സനാഉ, ഈ ആയത്ത് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്, അതായത് വലാ തകൂനൂ യാ മഅശറല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ ആളുകളെ നിങ്ങളാകരുത് എന്നാണ്. കല്ലദീന തഫറഖൂ, ചിന്ന ഭിന്നമായി പോയവരെ പോലെ എന്ന് പറഞ്ഞാൽ മിൻ അഹ്ലിൽ കിതാബി, വേദഗ്രന്ഥം നൽകപ്പെട്ട യഹൂദികളെയും ക്രിസ്ത്യാനികളെ പോലെ നിങ്ങളാകരുത് എന്നാണ്. വഖ്തലഫൂ, അവരാകട്ടെ അഭിപ്രായ വ്യത്യാസത്തിലായി, ഫീ ദീനില്ലാഹി, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, വ അംരിഹി വ നഹ്യിഹി, അള്ളാഹുവിന്റെ കൽപ്പനയുടെ കാര്യത്തിലും വിലക്കിന്റെ കാര്യത്തിലും അവർ എതിരഭിപ്രായത്തിലായി. മിൻ ബഅദി മാ ജാഅതുഹുൽ ബയ്യിനാത്ത്, അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലും ഭിന്നതയിലുമായിട്ടുള്ളത്. ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ മിൻ ഹുജജില്ലാഹ്, അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവുകൾ എന്നാണ്. ഫീ മഖ്തലഫൂ ഫീ, അവർ ഏതൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് അക്കാര്യത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. വഅലിമു അൽ ഹഖ ഫീഹി, അതിലുള്ള ഹക്ക് എന്താണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫതഅമ്മദു ഖിലാഫഹു, മനസ്സിലാക്കിയതിന് ശേഷവും കൽപ്പിച്ചുകൂട്ടി അതിനെതിരെ അവർ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിൽ വന്നതിന് നേരെ ഓപ്പോസിറ്റായി വിശ്വസിക്കുക. ഏതുപോലെ ക്രിസ്ത്യാനികൾക്കും യഹൂദികൾക്കും തൗറാത്തും ഇഞ്ചീലും കിട്ടി. ആ കിട്ടിയതിൽ നിന്നും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് അറിയാം, ഹക്കും അവർക്കറിയാം. എന്നിട്ടും ആ ഹക്കിന് എതിരായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ ഉണ്ടാക്കി. വഖാലഫു അംറല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയോട് അവർ എതിര് പ്രവർത്തിച്ചു. വനഖദു അഹദഹു വമീസാഖഹു,
അള്ളാഹുവുമായുള്ള കരാറുകളും വ്യവസ്ഥകളും അവർ ലംഘിച്ചു. ജറാഅത്തൻ അലല്ലാഹ്, അള്ളാഹുവിന് എതിരെ ഇറങ്ങിപ്പുറപ്പെടാനുള്ള ധൈര്യം മൂലം. അങ്ങനെ ധൈര്യം കാണിച്ചവരായ ആളുകൾ വഉലൈക ലഹും, അവർക്കുണ്ട്, യഅനി അതായത് ലിഹാഉലൈല്ലദീന തഫറഖു, ഈ ഛിന്ന ഭിന്നമായി പോയവരും, വഖ്തലഫൂ ഫീ മിൻ അഹ്ലിൽ കിതാബി, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെന്നും എതിരഭിപ്രായത്തിലായവരായ ആളുകൾക്കും ഉണ്ട്. മിൻ ബഅദി മാ ജാഅഹും, അവർക്ക് വ്യക്തമായി വന്നു കിട്ടിയതിന് ശേഷം ഈ അഭിപ്രായ വ്യത്യാസത്തിലായവർക്കുണ്ട് എന്ത്? അദാബുൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷയുണ്ട്. അലീമുൻ, ഭയങ്കരമായ. എന്നിട്ട് പറയാണ് യഖൂലു ജല്ല സനാഉഹു, അല്ലാഹു തആല പറയാണ് ഫലാ തതഫറഖു യാ മഅ്ശറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സംഘമേ, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ. തഫറഖ ഹൗലായി മിൻ ദീനിഹിം, അവർ അവരുടെ ദീനിൽ ഭിന്നിപ്പിൽ ആയതുപോലെ നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ഭിന്നതയിലാകരുത്. വലാ തഫ്അലു ഫിഅലഹും, അവർ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത്. വതസ്തന്നു ഫീ ദീനിക്കും ബിസുന്നതിഹിം, അവർ അവരുടെ ദീനിൽ കാണിച്ചിട്ടുള്ള സുന്നത്ത് നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ഒരു നടപടിയാക്കിയെടുക്കരുത്. ഫയകൂന ലക്കും, അപ്പൊ നിങ്ങൾക്കുണ്ടാകും മിൻ അദാബില്ലാഹിൽ അലീം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഭയങ്കരമായ ശിക്ഷയുണ്ടാകും. മിസ്ലല്ലദീ ലഹും, അവർക്ക് ശിക്ഷയുണ്ടായതുപോലെ തന്നെ. അപ്പോൾ സത്യവിശ്വാസികൾക്ക് വ്യക്തമായ തെളിവ്, വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ അള്ളാഹു താല പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാകാൻ പാടില്ല. ഏത് തരത്തിലുള്ള വിഭാഗീയതയാണ്? വ്യക്തമായി ഖുർആനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിക്കപ്പെട്ട ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങളും താല്പര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പുതിയ കക്ഷികളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നവരായ ആളുകൾ, അത്തരം അഭിപ്രായ വ്യത്യാസങ്ങളോട് സത്യവിശ്വാസികൾ അതിനിശിതമായ നിലപാട് സ്വീകരിക്കണം. അതിനോട് ഒരു തരത്തിലുള്ള ചായ്വ് കാണിക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് പാടില്ല. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരായ ആളുകളോട് ഇത്തരം വിഷയത്തിൽ ചായ്വ് കാണിക്കാൻ പാടില്ല. എതിരഭിപ്രായമുള്ള വിഷയങ്ങൾ, അതായത് ഇസ്ലാമിന്റെ തത്വങ്ങൾക്കും അതിന്റെ സർക്കിളിൽ നിന്നും പുറത്തു പോകുന്ന തരത്തിൽ ആശയങ്ങളും കാഴ്ചപ്പാടും അവതരിപ്പിക്കുന്നവരായ ആളുകളോട് ഒരു തരത്തിലുള്ള സമരസത്തിന്റെയും നിലപാട് സ്വീകരിക്കുവാൻ വിശ്വാസികൾക്ക് പാടില്ല എന്ന് വളരെ ഖണ്ഡിതമായും കൃത്യമായും ഖുർആൻ ഇവിടെ വരച്ച് കാണിക്കുകയാണ്. ഇനി മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ 2-3 തരത്തിലായി നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായി അവതരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാക്കി ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ള ദീനാണ്. ആ ദീനിൽ എല്ലാം ഉണ്ട്. ആ ദീനിന്റെ ആശയങ്ങൾക്കും അതിൻ്റെ അഖീദക്കും അവന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കും അതിൻ്റെ സാംസ്കാരികമായ പശ്ചാത്തലങ്ങൾക്കും വിരുദ്ധമായ വീക്ഷണങ്ങളായിരിക്കും വ്യത്യസ്തങ്ങളായ മതങ്ങളിൽ ഉണ്ടാകുക. ക്രിസ്ത്യാനികളാകട്ടെ, യഹൂദികളാകട്ടെ, പിന്നെ ഫാർസികളാകട്ടെ, പിന്നെ അഗ്നി ആരാധകന്മാരാകട്ടെ, അതുപോലെ സാബികളാകട്ടെ, ഏത് മതക്കാരാണെങ്കിലും ശരി, ഇസ്ലാമിൽ നിന്നും വ്യത്യസ്തമായ വീക്ഷണക്കാരാണ്. അപ്പോൾ അത്തരം വീക്ഷണത്തിനോട് മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്ന നിലപാട് എന്താണ്? എതിർപ്പിന്റെ നിലപാടാണ്. 100% വിയോജിക്കേണ്ട നിലപാടാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ നിലപാട് പൂർണ്ണമായ വിയോജിക്കൽ നിർബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ഇനി വേറെ ഒരു തരം അഭിപ്രായം മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം അതെന്താന്ന് വെച്ചാൽ, ഇസ്ലാമിക വൽക്കരിക്കപ്പെടാം. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ആചാരം, അതുപോലെ യഹൂദിയുടെ ആചാരം, അതല്ലെങ്കിൽ മറ്റ് ഇതര മതസമൂഹങ്ങൾ കണ്ടുവരുന്ന വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനക്രമങ്ങളോ ഇസ്ലാമിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ടിട്ടുള്ള കുഫറിന്റെ ആശയങ്ങൾ അത് ധാരാളമായി നമുക്കിന്ന് കാണാൻ പറ്റും. മുസ്ലിം ഉമ്മത്തിലേക്ക് മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വക്താക്കളായി നടക്കുന്നവരായ ആളുകൾ തന്നെ ഈ ഇതര മതസമൂഹങ്ങളിൽ കാണുന്ന 101% കുഫറും ശിർക്കുമായ ആശയങ്ങൾ അതേപോലെ കൊണ്ട് നടക്കുന്നതായി കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വഹദത്തുൽ വജൂദ് എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞാൽ വുജൂദിന്റെ ഏകത്വം എന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഘടകവിരുദ്ധമായ ഒരു ആശയമാണ്. അള്ളാഹു ഏകനാണ്, അള്ളാഹു അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ള, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ള ആശയമാണ് ദീനുൽ ഇസ്ലാമിന്റെ ആശയം. എന്നാൽ
ഇതേ ലാ ഇലാഹ ഇല്ലല്ലക്ക് വ്യാഖ്യാനം നൽകുകയും പകരം സൃഷ്ടിയെന്നും സൃഷ്ടാവ് എന്നും രണ്ടില്ല, എല്ലാം ഒന്നു തന്നെയാകുന്നു എന്ന് പറയുന്ന വഹദത്തുൽ വുജൂദിന്റെ അഥവാ അദ്വൈത സിദ്ധാന്തത്തിന്റെ ആശയം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പച്ച കുഫറാണ്. പച്ച കുഫ്രിയത്തിന്റെ ആശയം അതേപോലെ അങ്ങോട്ട് പറിച്ചു നട്ടിട്ട് ഇവിടെ അത് നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണ്? മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്കത് അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. 101% നമ്മൾ വിയോജിക്കേണ്ട ആശയമാകുന്നു. ലോകത്ത് കണ്ടുവരുന്ന 1,000 ത്വരീഖത്ത് പ്രസ്ഥാനക്കാർ കൊണ്ടുവന്നിറക്കുന്ന ഈ ത്വരീഖത്തിന്റെ ആശയങ്ങൾ മുഴുവനും കുഫ്രിയത്തിന്റെ ആശയമാണ്. 101% കുഫ്രിയത്തിന്റെ ആശയമാണ്. അത്തരം കുഫ്രിയത്തിന്റെ ആശയത്തെ ഇസ്ലാമിക വൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ആ നിലയിൽ ഉണ്ടാകുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് 100% വിയോജിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ഉമ്മത്തിലേക്ക് പറിച്ചു നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നവരായ ആളുകളോടും നമ്മൾക്കുള്ള സമീപനം എന്തായിരിക്കണം? 100% വിയോജിപ്പ് എന്നാണ്. 100% അവരോട് വിയോജിക്കൽ മുസ്ലിമായ ഈമാനുള്ളവരായ ആളുകൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.